മറ്റൊരു വാർത്തയിലേക്ക്. പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിനെതിരെ കേസ്. മൈക്കിലൂടെ പോലീസിനെതിരെ ഭീഷണി മുഴക്കിയതിന് കീഴ്വായ്പൂർ പോലീസാണ് കേസെടുത്തത്. അർജുൻ ആയങ്കിക്കായി മല്ലപ്പള്ളി കാട്ടാമലയിൽ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയതിനെതിരെയായിരുന്നു പ്രസംഗം. പോലീസുകാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, പറയൂ വിശദാംശങ്ങൾ. ആര്യ, ഭാരതീയ നയ സംഹിത 351(2), കേരള പോലീസ് ആക്ട് 117, 120 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിനെതിരെ ഇപ്പോൾ കീഴ്വായ്പൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയെ അന്വേഷിച്ചുകൊണ്ട് പോലീസ് സംഘം കാട്ടാമല എന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവിടെ 4 വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇതിനെതിരെ തൊട്ടടുത്ത ദിവസം CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു. പോലീസ് അന്യായമായി പാതിരാത്രിയിൽ ഈ വീടുകളിലേക്ക് കടന്നു ചെല്ലുകയും CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അർജുൻ ആയങ്കി പത്തനംതിട്ടയിലേക്ക് എത്തി എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കീഴ്വായ്പൂർ പോലീസ് ഉൾപ്പെട്ട അന്വേഷണ സംഘം ഈ വീടുകളിൽ പരിശോധന നടത്തിയത്. അത് CPIM DYFI പ്രവർത്തകരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. അതിനെ തുടർന്നാണ് CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തിയത്. ആ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ പ്രസംഗിച്ചത്. പ്രധാനമായും പറഞ്ഞത് പോലീസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ CPIM DYFI പ്രവർത്തകരുടെ വീടുകളിൽ അർജുൻ ആയങ്കിക്കായി അന്വേഷണം നടത്തിയത്. അർജുൻ ആയങ്കി കണ്ണൂരിൽ അറസ്റ്റിലായതിനു ശേഷമാണ് പാതിരാത്രിയിൽ ഈ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയത്. പോലീസുകാർക്കും അമ്മമാരും അച്ഛന്മാരും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഇല്ലേ, ആ വീടുകളിലേക്കും ഞങ്ങൾ കയറി ചെല്ലും എന്ന വാക്കുകളായിരുന്നു KP ഉദയഭാനു പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ കീഴ്വായ്പൂർ പോലീസ് സ്വമേധയാണ് കേസെടുത്തത്. ഈ രാജു അബ്രഹാം CPIMന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ആ ഒരു പ്രകടനത്തിലും ഒപ്പം തന്നെ നേതാക്കന്മാർ പ്രസംഗിച്ചതും പോലീസിനെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വകുപ്പുകൾ പ്രകാരം, മേൽപ്പറഞ്ഞ വകുപ്പുകൾ പ്രകാരം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിനെതിരെ ഇപ്പോൾ കീഴ്വായ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആര്യ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിനെ ഭീഷണിപ്പെടുത്തി പ്രസംഗം നടത്തി എന്നുള്ള പേരിലാണ് ഇപ്പോൾ CPIM നേതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്.